എല്ലാവർക്കും സക്സസ് അക്കാഡമി കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് SSC RRB PYQ സീരീസിലെ ക്വസ്റ്റ്യൻ ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. നിർമ്മൽ മാർക്സ് ഹിസ് ഗുഡ്സ് X% above the cost price and allows a discount of 12%. 12% ഡിസ്കൗണ്ട് കൊടുത്തു, X% എന്ത് ചെയ്യും? മാർക്കപ്പ് ചെയ്തു. എന്ത്? മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് 12% ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്. If his profit is 10%, ആളുടെ പ്രോഫിറ്റ് എന്താണ്? 10% ആണെങ്കിൽ the difference between X% and the profit percentage, അതാണ് നമുക്ക് വേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നിർമ്മലിന് ഒരു ഗുഡ് ഉണ്ടായിരുന്നു, അത് Y ആണെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്ത്? മാർക്കപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എപ്പോഴും എന്താണ്? 100 എടുക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100 ആണ്. ഇവിടുത്തെ കേസിൽ 100നോട് മാർക്കപ്പ് ചെയ്ത് എത്രയാണ്? X% മാർക്കപ്പ് ചെയ്ത്. അപ്പം 100 + X/100 എന്ത് ചെയ്യും? അതിനെന്നിട്ട് എന്ത് ചെയ്ത്? ആ ചെയ്ത എമൗണ്ട് ആണ് എന്ത്? മാർക്കറ്റ് പ്രൈസ്. ആ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് ചെയ്ത്? 12% ഡിസ്കൗണ്ട് ചെയ്ത്. 12% ഡിസ്കൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 100 - 12 / 100 ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്നാണ് പറയുന്നത്? ഇഫ് ഹിസ് പ്രോഫിറ്റ് ഈസ് 10%, ആളുടെ പ്രോഫിറ്റ് 10% ആയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഈക്വൽ ടു, പ്രോഫിറ്റ് അല്ല, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എത്രയാണ്? 10 അല്ലേ? 10 പ്ലസ് പ്രോഫിറ്റ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 ഈക്വൽ ടു 110. 110 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയെന്നാണ് പറയുന്നത് /100. എന്തിൻ്റെ സെല്ലിംഗ് പ്രൈസാ? ഈ വൈൻ്റെ തന്നെ സെല്ലിംഗ് പ്രൈസാണ്. ഇവിടുത്തെ കേസിൽ എന്താണ്? കട്ട് ചെയ്ത് കളഞ്ഞൂടെ? Y രണ്ടിടത്തും കട്ട് ചെയ്യാൻ പറ്റും, Y ഇനി ഇല്ല. ഒരു 100 കട്ട് ചെയ്യാം, 100 പോയി. ഇനി ബാക്കി എന്തുണ്ട്? ബാക്കി ഈക്വൽ ടു 100 + X × 88 ഈക്വൽ ടു 88/100 ഈക്വൽ ടു 110. 110. ഇനി ഇവിടെ കട്ട് ചെയ്യാനുള്ളത് നോക്കുക. 88ഉം 110ഉം കട്ട് ചെയ്തൂടെ? എന്താകും? 4ഉം പിന്നെ ഇത് 5ഉം ആകും. 22 × 5 110, 22 × 4 88. ഇനി ഈ 4ഉം 100ഉം കട്ട് ചെയ്തൂടെ? 4 100ഉം കട്ട് ചെയ്താൽ 25 വരും. ഇനി നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പം മുകളിലോട്ട് കൊടുക്കാമല്ലോ. അപ്പം എന്താകും? ഇംപ്ലൈസ് 100 - X ഈക്വൽ ടു 100 + X. 100 + X ഈക്വൽ ടു 125 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് X ഈക്വൽ ടു എത്രയാണ്? 25. X എന്ന് പറയുമ്പോൾ 25 കിട്ടിയില്ലേ? നമുക്ക് X കിട്ടിയാൽ നമുക്ക് എന്താ വേണ്ടത്? X - പ്രോഫിറ്റ് ആണ്. ഈക്വൽ ടു 25 - 10 എന്ന് പറഞ്ഞാൽ 15%. 15% ആണ് നമ്മുടെ പ്രോഫിറ്റ്. ആൻസർ എന്താണ്? ഓപ്ഷൻ A. ക്വസ്റ്റ്യൻ ഈസി അല്ലേ? ഈ വലിച്ച ഒരു രീതി നോക്കേണ്ട, വളരെ സിമ്പിൾ സാധനമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഒരു പ്രൊഡക്റ്റിനെ ആദ്യം മാർക്കപ്പ് ചെയ്തിട്ട് ആ മാർക്കറ്റിൽ നിന്ന് 12% കുറച്ച തുക എന്ന് പറഞ്ഞാൽ എന്താണ്? 10% പ്രോഫിറ്റിലാണ് പുള്ളിക്ക് കിട്ടിയത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് നിന്ന് എക്സ്ട്രാ കിട്ടിയ എമൗണ്ടാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? സെല്ലിംഗ് പ്രൈസ് എന്താകും? കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ ആ പ്രോഫിറ്റ് കൂട്ടുമ്പോഴാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതുപോലെ ചെയ്തപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ?